ഇതെല്ലാം തിന്നു. വാഴ ഇല്ലാത്ത പ്രദേശം മൊത്തം വാഴ ഉണ്ടായിരുന്നു. അത്രക്ക് വിഷമായിട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ഈ പുഴവക്കിന് എല്ലാ അനുഭവവും നശിപ്പിച്ചു. ഇനി ഒന്നുമില്ല, പറമ്പത്തൊന്നുമില്ല. ഡബ്ബർ, കഴുങ്ങ്, തെങ്ങ് എല്ലാം കുത്തിക്കളയലാണ് ഇപ്പോഴത്തെ പണി പന്നികൾക്ക്. നമുക്ക് കൃഷി ഒരു തരത്തിലും ചെയ്യാൻ മേലാത്ത ഒരു സാഹചര്യം ഇപ്പൊ നിലവിലുള്ളത്. ഇപ്പൊ 3 കമ്പിയാ, മുള്ളുകമ്പി. ഇതെല്ലാം കോൺക്രീറ്റിന്റെ കാല് കൊണ്ടുവന്നിട്ട് 100-300 കാല് കൊണ്ടുവന്നിട്ട് ഈ 1.5 ഏക്കർ കവർ ചെയ്ത് കെട്ടി ഇതിന്റെ ഫെൻസിങ് എല്ലാം നമ്മളാ ചെയ്തത്. നല്ല പൈസ ചെലവുണ്ട്. എന്നിട്ട് പോലും നമുക്ക് ഈ 2-3 മാസത്തെ ഞങ്ങളുടെ ഇതിന്റെ അധ്വാനവും കൂലിയും എല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് ഇവർ ഈ 80 രൂപ പറയുന്നത്. ഞങ്ങൾക്ക് അതാണ് മനസ്സിലാകാത്തത്. അപ്പോൾ ആ പൈസയെ തരുവുള്ളൂ എന്നാണ് പറയുന്നത്. യാതൊരു തരത്തിലും കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതാണ് ഇതിന്റെ അവസ്ഥ. നമ്മൾ ഈ കൃഷി ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ സമയമായി നമുക്ക് തോന്നുന്നത്. വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു കാലമാണ്. ആരോട് പരാതിപ്പെടാനാണ് ചോദിക്കുന്നത്. അവർ സഹി കെട്ടും ആൾക്കാർ പരാതി പെട്ടുമടുത്ത്. പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ആരുടെ ഭാഗത്തൊന്നും ഒരു സപ്പോർട്ടും ഇല്ല. ഒരു സഹായവും അവർക്കൊന്നും കിട്ടുകയില്ല. പരാതിപ്പെട്ടാൽ ഇപ്പോൾ അവർ വന്നേച്ച് പറയും നിങ്ങളുടെ കപ്പ കളഞ്ഞോ. കപ്പ ഞങ്ങൾ നഷ്ടപരിഹാരം തരുന്നത് ഹെക്ടർ കണക്കിനെ തരുള്ളൂ. ഇപ്പോൾ 10, 200, 300 ഒന്നും പോയിട്ട് കാര്യമില്ല. ഹെക്ടർ പോകണം. എന്നാൽ മാത്രമേ. ഇവർ അവിടുന്ന് 2 പ്രാവശ്യം വെടിവെച്ചു. പക്ഷെ അവർ നോക്കിയിട്ടൊന്നും കിട്ടിയിട്ടില്ല. അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് അവർ പറഞ്ഞത്. അസസ്മെന്റ് ചെയ്താൽ പോലും അതിന്റെ നഷ്ടം എത്രയെന്ന് അവർക്ക് കണക്കൂട്ടാൻ പറ്റും. കൂടിക്കൊണ്ടിരിക്കുക. അപ്പം ഇവരെന്നും വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇന്നത്ര കളഞ്ഞെന്ന്. കാരണം ഇന്നത്ര സ്കോറായി, നാളത്തെ സ്കോർ, അങ്ങനെ ആ സ്കോർ ലെവലിൽ അവർ ചോദിച്ചുകൊണ്ടിരിക്കുക ഡിപ്പാർട്ട്മെന്റ്. പന്നിക്കൂട്ടമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമുക്കൊന്നും താല്പര്യമില്ല. ഇപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളിത് കൃഷിയിലാക്കി കഴിഞ്ഞ് പകുതിയാക്കി കഴിയുമ്പോഴത്തേക്ക് എല്ലാം നശിച്ചാൽ പിന്നെ നമുക്ക് ആവില്ലല്ലോ. നമ്മളെ വീടിന്റെ മുറ്റത്ത് തന്നെ പന്നി ഇങ്ങനെ വന്നിട്ട് കുത്തി പിന്നെ കിടന്ന് തെരഞ്ഞ് ഇതായിട്ട് കളിക്കുന്നതാണ്. അത് ഡെയിലി വന്ന് അവിടെ നിൽക്കുന്നതായിട്ട് പിന്നെ ആ സ്ഥലം ഇങ്ങനെ കാണാം പന്നി ഇതായിട്ടുള്ള. നമസ്കാരം, ഞാൻ ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ പെരുമ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇരിട്ടിക്ക് അടുത്തുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാട്ടുപന്നിയുടെ ശല്യം അതിരൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഒത്തിരി അധികം കൃഷികളും കാര്യങ്ങളും വാഴയും കപ്പയും അടക്കമുള്ള പല കൃഷി വിഭവങ്ങളൊക്കെ കാട്ടുപന്നി കൂട്ടമായി വന്ന് നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ 2 ദിവസം ഞാൻ നോക്കുമ്പോൾ ഈ ഒരു വിഷയം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചു ഇത് ഒരു ദിവസം വന്നിട്ട് അല്ലെങ്കിൽ അങ്ങനെ തീരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇതിപ്പം 3-4 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ അധികം ഒത്തിരി നാശനഷ്ടം ഇവിടെ വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറേ ആളുകളുടെ എന്താ പറയുക ജീവനോപാധി തന്നെയാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് പത്രങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. ഇനി നമ്മൾ ആ കർഷകനെയും കാണാൻ പോവാണ്. ഒരാളുടെ മാത്രമല്ല, പല ആൾക്കാരുടെ കൃഷി ഇവിടെ കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏതായാലും ഇപ്പോൾ അത് നേരിട്ട് കാണാനായിട്ട് പോവുകയാണ്. അവരോട് നേരിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ പോവുകയാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇതിൻ്റെ ഷൂട്ടർമാരൊക്കെ വന്നിട്ട് ലൈസൻസുള്ള ഷൂട്ടർമാരെ ഇതിനെ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ അവരുടെ മുമ്പിലൊന്നും കാട്ടുപന്നി പെടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. കാട്ടുപന്നി എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അത്ര വലിയ വിഷയമായിട്ട് തോന്നിയില്ല. കാരണം പക്ഷേ യഥാർത്ഥത്തിൽ ആനയെക്കാട്ടിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ജീവിയാണ് ഈ കാട്ടുപന്നി എന്ന് പറയുന്നത്. കാരണം അത് കൂട്ടത്തോടെയാണ് വരുന്നത്. ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10-40 എണ്ണമൊക്കെ ഉണ്ടാവും. ഏതായാലും ഈ പ്രദേശമൊന്ന് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. ഈ ഒരു പ്രദേശത്താണ് ഈ ഒരു സംഭവം അരങ്ങേറിയത്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ഇത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏതായാലും കർഷകൻ്റെ അടുത്തേക്ക് തന്നെ പോകാം. അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാം. അപ്പോൾ ഇവിടെ കൃഷി ഓഫീസറൊക്കെ വന്ന് ഈ ഒരു സ്ഥലം സന്ദർശിക്കുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ഇനിയിപ്പോൾ ആ ഒരു പ്രദേശത്തേക്ക് പോയി നമുക്കിതിനെക്കുറിച്ച് നേരിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കാം കേട്ടോ. ഇവിടെ കുറേയധികം വാഴ ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജോണി പരുത്തിവയൽ. സ്ഥലം പെരുമ്പറമ്പ് അല്ലേ? പെരുമ്പറമ്പ്, ഇക്കോ പാർക്ക് റോഡ്. എന്ന് മുതലാണ് ഈ കാട്ടുപന്നിയുടെ പ്രശ്നം തുടങ്ങി? കാട്ടുപന്നിയുടെ ശല്യം കുറേ വർഷങ്ങളായിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ വ്യാപകമായിട്ട് നമ്മുടെ കൃഷി നശിപ്പിക്കുന്ന ഒരു ശല്യം ഇപ്പോൾ ഈ വർഷമാണ് കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ തുടർച്ചയായിട്ട് ഒരാഴ്ചയായിട്ട് കൃഷിയിലാണുള്ളത് പന്നി മൊത്തം അല്ലേ? അതെ. കുറേ സംഭവം നശിപ്പിച്ചോ? ഇതിനകത്ത് ഇപ്പോൾ നമുക്കൊരു 200-250 നേന്ത്രവാഴ അവൻ തിന്ന് നശിപ്പിച്ചിട്ടുണ്ട്. അത് പല ഘട്ടങ്ങളിലായിട്ട് 3 പ്രാവശ്യം മാറ്റിയിട്ടിട്ടാണ് വീണ്ടും നശിപ്പിക്കുന്നത്. 3ാമത്തെ പ്രാവശ്യവും ഇത് ഇട്ട വാഴയാണ് ഈ പന്നി കളഞ്ഞിരിക്കുന്നത്.
അപ്പോൾ എന്താ ഇതിൻ്റെ ആരെങ്കിലും വന്നായിരുന്നോ ഇതിന് ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നു, ഷൂട്ടേഴ്സിനെ കൊണ്ടുവന്നു. പക്ഷെ ഷൂട്ടേഴ്സും അവരൊന്നും വന്നിട്ട് ഇതൊന്നും ഒരു ഫലപ്രദമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം പന്നി വീണ്ടും ഇന്നലെയൊക്കെ പന്നി വന്ന് നശിപ്പിച്ചിട്ടുണ്ട്. അവർ വരും, ഒരു പർട്ടിക്കുലർ ടൈം അവരവിടെ ഇരിക്കും, റോന്തി ചുറ്റും അവർ പോവുകയുള്ളൂ. പക്ഷെ അതുകൊണ്ടൊരു വലിയ പ്രയോജനമൊന്നും കാണില്ല. ഇത് ഏത് ഭാഗത്താണ് ഇത് വരുന്നത്? ഇത് സാധാരണ നമ്മുടെ പടിയൂര് അങ്ങ് ആ ഭാഗം ഏതാ ചേച്ചി? ചേങ്കുന്നമ്പലം ആ ഭാഗത്തു നിന്നാണ് പന്നി വരുന്നത് അല്ലേ? ഇവിടെ ഇക്കോ പാർക്ക് ഭാഗത്ത്, പഴശ്ശി ഭാഗത്ത്, പഴശ്ശിയുടെ ഡാം സൈറ്റിന്റെ ഭാഗത്ത്. ഒരു നേരിട്ട് കണ്ടോ? നേരിട്ട് പന്നീനെ കണ്ടിട്ടില്ല. പക്ഷെ മുൻകാലങ്ങളിൽ പന്നി നമ്മുടെ അടുത്തുകൂടിയൊക്കെ പോയിട്ടുണ്ട്, തട്ടിയിട്ടേച്ചൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ആളുകളെ പന്നി തട്ടി നമ്മൾ ഓടുന്ന കണ്ടിട്ടുണ്ട്, രാത്രി ഓടിയിട്ടുണ്ട് ചേച്ചി. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധാരണക്കാർക്ക് ഇപ്പൊ ജീവിക്കാൻ മേലാത്തൊരവസ്ഥ. ഇവിടെയുള്ളവരെയൊക്കെ പരിസര പ്രദേശങ്ങൾ കുത്തി കംപ്ലീറ്റ് മറിച്ച് ഒരു പച്ചക്കറി ഒന്നും ചെയ്യാൻ മേലാത്തൊരവസ്ഥ ഇപ്പൊ. ചേട്ടന്റെ ഈ പറമ്പ് അല്ല, ഞാനിത് ലീസിനെടുത്ത സ്ഥലങ്ങളാണ്. ഞങ്ങളിപ്പോ ഇത് 4-ാമത്തെ സ്ഥലമാണ് ഇത്. ഈ സ്ഥലം നിലവില് കൃഷി ചെയ്യുന്ന 3 സ്ഥലം ഇത് കൂടാതെ ഉണ്ട്. 7000-ഓളം നേന്ത്രവാഴ ഈ വർഷം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് 3 വളം ഇട്ടു. ഇത് 2 മാസം പ്രായമായതാ. 1000 വാഴ ഇവിടെ ഉള്ളൂ. പക്ഷെ ഈ വാഴയിൽ 10-200 വാഴ നശിപ്പിച്ചു കളഞ്ഞു. കപ്പയും നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. കുറെ കുത്തി മറിച്ചിട്ടുണ്ട് കപ്പ. ഇൻഷുർ ചെയ്യാനാവുന്നേ ഉള്ളൂ, 2 മാസമായിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ഇനി സമയമുണ്ട്. അപ്പൊ അതിന്റെ പേപ്പർ വർക്ക് നടക്കുന്നതിനിടയിലാണ് ഇത് വന്ന് നശിപ്പിച്ചു കളയും. എന്താ ആരെങ്കിലും പറഞ്ഞോ നഷ്ടപരിഹാരത്തിന്റെ കാര്യമല്ല? നഷ്ടപരിഹാരമാണ് നമുക്കൊരു വളരെ അരോചകമായിട്ട് തോന്നുന്നത്. കാരണം ഇവരൊരു പണ്ട് കാലത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് പോലെയാ. എന്താന്ന് പറഞ്ഞാൽ 84 രൂപയാണ് ഫോറസ്റ്റിന്റെ ക്ലെയിം. ഈ കൃഷി നശിപ്പിച്ചാൽ വന്യജീവികൾ 84 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു വാഴയ്ക്ക് അപ്പം ഞങ്ങൾക്ക് ഇതിന്റെ വാര പൈസ തന്നെ ആവുന്നുണ്ട് 40 രൂപ. കൂടാതെ വിത്തിന് 30 രൂപ വരുന്നുണ്ട്. ഈ 2-3 മാസത്തെ ഞങ്ങളുടെ ഇതിന്റെ അധ്വാനവും കൂലിയും എല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് ഇവർ ഈ 80 രൂപ പറയുന്നത്. ഞങ്ങൾക്ക് അതാണ് മനസ്സിലാകാത്തത്. അപ്പൊ ആ പൈസയെ തരുവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിലാണ് വളരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അതിന്റെ ക്ലെയിം, അവരുടെ ഫണ്ടാണ് തരുന്നതെന്നാണ് പറഞ്ഞത്. എനിക്ക് ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ? ആ സ്ഥലം തീർച്ചയായിട്ടും കാണിച്ചു തരാം. പന്നി നശിപ്പിച്ച സ്ഥലമല്ലേ കാണുന്നത്? അത് അങ്ങ് താഴെ പോവോ? ഇത് വാഴ ഇറക്കിയ കപ്പയുണ്ടല്ലേ? ഇടവിള കൃഷി ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഞങ്ങളിപ്പോ ഈ ട്രെഞ്ചിലാണ് വെള്ളം അടിക്കുന്നത്. അപ്പൊ കപ്പ സ്വാഭാവികമായിട്ട് വളർന്നു കയറി വരും, അതിന്റെ ഈർപ്പം വലിച്ചെടുക്കും. രണ്ടിനും കിട്ടും. നമുക്ക് ഇടവിള കൃഷി ചെയ്തില്ലെങ്കിൽ നഷ്ടം വരും. നമ്മളിപ്പോ ഏതായാലും ഇതല്ലേ പന്നി നശിപ്പിച്ചിട്ടേക്കുന്നു. ഇവിടെ മുതലാ? ഇതൊക്കെ ഇന്നലെ കളഞ്ഞതാ. ഇത് ഇന്നലെ രാത്രിയുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അപ്പൊ ഇവര് ഒരു അസസ്മെന്റ് ചെയ്താൽ പോലും അതിന്റെ നഷ്ടം എത്രയെന്ന് അവർക്ക് കണക്കൂട്ടാൻ പറ്റും. കൂടിക്കൊണ്ടിരിക്കുക. അപ്പം ഇവരെന്നും വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഇന്നത്ര കളഞ്ഞു. കാരണം ഇന്നത്ര സ്കോറായി, നാളത്തെ സ്കോർ, അങ്ങനെ ആ സ്കോർ ലെവലിൽ അവർ ചോദിച്ചുകൊണ്ടിരിക്കുക ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഞങ്ങൾക്ക് ഇതിന്റെ ഒരു നഷ്ടം കണക്കൂട്ടാൻ പറ്റില്ല. ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുക എല്ലാ ദിവസവും. അതെ, അതായത് ഇന്നലെ വന്നവർക്ക് ഇത് കാണാൻ പറ്റിയിട്ടില്ല. ഇനി നാളെ വരുന്നവർക്ക് കുറച്ചുകൂടി നശിപ്പിച്ചത്. അത് കളഞ്ഞതാ, പന്നി കളഞ്ഞതാ. ഇത് താഴെ ഭാഗമുണ്ട്. താഴെ അങ്ങോട്ടേക്ക് നല്ലപോലെ കാണാം, നന്നായിട്ട് കാണാൻ പറ്റും. താഴെ ഭാഗം കളഞ്ഞേക്കുന്നു. ഇത് അവിടെ അതിന്റെ നടുക്ക് വാഴ കുത്തി മറിച്ചിട്ടേക്കുന്നു. എല്ലാം ഒന്ന് കാണിച്ചു തരണേ. തീർച്ചയായിട്ടും. ഏത് സൈഡിലോട്ട് നോക്കിയാൽ ഇത് തന്നെയുള്ളൂ കേട്ടോ. ഇതുണ്ടോ? അതുപോലെ അപ്പുറമുണ്ട് എല്ലാ സൈഡിലും. ഇപ്പോ MLA പറഞ്ഞത് എത്രയും വേഗം MLA ഇപ്പൊ വന്നിട്ട് പോയുണ്ടായിരുന്നു. ഇവിടുത്തെ നമ്മുടെ സണ്ണി സാർ MLA പേരാവൂര് നിയോജകമണ്ഡലം. അപ്പൊ സണ്ണി സാർ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ തോക്ക് അനുവദിച്ചു തരാനുള്ള സംവിധാനങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ലൈസൻസ് ഉള്ള തോക്ക് ഇത് ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ലൈസൻസ് ഉള്ള ഷൂട്ടേഴ്സ് ഉണ്ട്. അവര് ഒരു സമയം അവര് ടാപ്പിങ്ങുകാരൊക്കെ ആയിരിക്കും. അപ്പൊ അവരൊരു സമയം മെനക്കെടുള്ളൂ. ഒരു നേരം വിളിക്കവരെ മെനക്കെടുകയില്ല. ഇപ്പൊ ആ വാഴയെല്ലാം തിന്നാ, അതെല്ലാം പൊട്ടിച്ച് തിന്നു. നല്ല വളർച്ചയുള്ള വാഴകളാ തിന്നിട്ട് പോകുന്നത്. കണ്ടില്ലേ? പൊട്ടിച്ച് അതിന്റെ ആ കാമ്പ് തിന്നു. ഇതിനിടയ്ക്കൂടെ കയറുന്ന ഇത്രയും സ്ട്രോങ്ങില് വേലിയെ ഇങ്ങനെ ഇതിൽ കൂടുതലല്ലാതെ നമ്മളൊരു കൃഷി സ്ഥലത്ത് നമുക്ക് വേലി ഇടാൻ കഴിയല. ഒരു 300 മീറ്ററൊക്കെ കമ്പി വേലി ഇടണമെങ്കിൽ പൈസ എത്ര വേണമെന്നറിയോ? ഇതാ
കണ്ടമാനം കളഞ്ഞിട്ടുണ്ടല്ലേ? കണ്ടമാനം കളഞ്ഞു. ഇനി അവിടെയും കൂടെ ഒന്ന് കാണാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാവുള്ളൂ. ആ ഭാഗത്തല്ലേ? ആ ഭാഗത്ത് ഒന്നുമില്ല. അവിടെയാണ് ഇനി ശരിക്കുള്ള ഇതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ പോകുന്നത് അവിടെ കേട്ടോ. അതെ അതെ. ഈ ഇടയ്ക്കൊക്കെ പോയതാ? ഇത് ഇടയ്ക്കോടെ എല്ലാം ഇവര് കുത്തി ഈ കപ്പക്കൊള്ളിയൊക്കെ കളഞ്ഞതാ. അല്ലേ? കപ്പ ഇത് കണ്ടോ ഞങ്ങൾ കുതിര എടുത്തേക്കുന്നേ, ഇതെല്ലാം കൊള്ളി കളഞ്ഞതാ. ഇപ്പൊ ഇത് കുത്തി കളഞ്ഞ കൊള്ളി 2 ദിവസം കൊണ്ട് അങ്ങ് കരിഞ്ഞു പോകും. അപ്പൊ നമുക്ക് തിരിയല്ലോ ഇത് എത്ര എണ്ണം കളഞ്ഞിട്ടുണ്ടെന്ന്. കപ്പയുടെ അല്ലേ? കപ്പയുടെ ഒന്നും മനസ്സിലാവുമല്ലോ. കപ്പയൊക്കെ കുത്തിയതാ? ഇതൊക്കെ കപ്പയെല്ലാം കുത്തിയതാ. ഓ, ഈ കുഴിച്ച് ഇതൊക്കെ മൊത്തം കളഞ്ഞ കേട്ടോ. ഇങ്ങനെ കിടക്കും ഇവിടെ ശരിക്കും ഇവിടെ കളഞ്ഞേക്കുന്നത് നല്ലോണം. ഇവര് കുറെ ചെത്തി വൃത്തിയാക്കിയത് കൊണ്ടാണേ. ഓ, ഇതിലും ഭീകരമായിരുന്നല്ലേ? ഇതില് ഇതാ ഈ അവസ്ഥയൊന്ന് നോക്കിയേ. ഇവിടെയൊക്കെ കിടപ്പുണ്ട്, ഇഷ്ടം പോലെ കിടപ്പുണ്ടേ. എങ്ങോട്ട് നോക്കിയാൽ ഇതേ കാണാനുള്ളൂ. ഞങ്ങൾക്ക് ഇതിന്റെ വിഷ്വൽസ് എല്ലാം ഒന്ന് ഒരു CD-യിൽ തരുമായിരുന്നു, വലിയ ഉപകാരമായിരുന്നു. ആക്കി തരാം. CD-യിൽ ഞങ്ങൾ അതിന്റെ എത്ര എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞാലും തരാം. കാരണം ഈ നമ്മുടെ കയ്യിലൊരു തെളിവാവൂല. ഇത് കണ്ടോ, അവിടെ നിന്ന് മുതൽ ഈ ഒരു ലൈൻ, ഈ ഒരു ചാലിൽ ഒരൊറ്റ വാഴയില്ല. ഈ വാഴയൊക്കെ കംപ്ലീറ്റ് കളഞ്ഞ് ഇത് കാരി തിന്നുകയെന്ന് കണ്ടോ. ഉണങ്ങിപ്പോയതല്ല? അല്ല, ഇത് കംപ്ലീറ്റ് എന്നിട്ട് ഉണങ്ങിപ്പോയി. ഇതേപോലെ തന്നെ പൊട്ടിച്ച് തിന്നതാ. ഇത് കണ്ടോ, ഇങ്ങനെ 4 പോലെ ആക്കിയിട്ട് ആ ചോറ് തിന്നു. ഇത് മൊത്തം ഇങ്ങനെ അവിടം വരെ ഇത് നോക്കി അങ്ങ് താഴെ വരെ ആ ഭാഗം എല്ലാം കളഞ്ഞിട്ടുണ്ടേ. ആ മൂല സൈഡ് ഇതുപോലെ വാഴ നിന്ന സ്ഥലം മൊത്തം നമുക്ക് നോക്കി അവിടെ ഒന്നും കാണാനില്ല, എല്ലാം കാലിയായിട്ട് കിടക്കുന്നത് മൊത്തം കളഞ്ഞ കേട്ടോ. അവിടെ അങ്ങ് വരെയുണ്ട്, മുകളിൽ വരെയുണ്ട്, അങ്ങ് മുകളിൽ ടോപ്പ് വരെ തിന്നു. 2 റോ മൊത്തം തീർത്തല്ലേ? 2 അല്ല, ഈ റോ കംപ്ലീറ്റ്. അത് ആ റോ മുകളിലോട്ട് വരെ അങ്ങ് നിൽക്കുന്ന വാഴ വരെയും തീർത്തു. ഈ സൈഡിൽ കൂടെയും പോയില്ലേ? സൈഡിൽ കൂടെയും പോയിട്ടുണ്ട്. ഇതെല്ലാം തിന്നതാ, ചപ്പി തിന്നതാ. ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇത് 3ാമത്തെ റോയാ, അത് തിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കൂടാതെ ഇതിന്റെ പകുതി ഭാഗം താഴ്വശം മൊത്തം തീർത്തേക്കുക. ആ മൂല അവിടെയും തീർത്തിട്ടുണ്ട്. അവിടെയും നമുക്ക് കാണാം മുഴുവൻ തിന്നേക്കുന്നത്. അങ്ങ് വരെ അങ്ങ് തലയ്ക്ക് ആ ഒരു വാഴ നിൽക്കുന്നുണ്ട്, അവിടം വരെ തിന്നിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരെണ്ണം വിട്ടുപോയതാ തിന്നാതെ, ഒരെണ്ണമായിട്ട് നിർത്തിയേക്കുന്ന. ബാക്കി എല്ലാം പുള്ളി തിന്ന. ഇതാ അങ്ങ് താഴെ ഭാഗം അവിടെ ഒരു വാഴയില്ല. ഇത് കൂടാതെ ഇതൊക്കെ കപ്പ തട്ടി തിന്നു കേട്ടോ മുഴുവൻ. ആ കൂടെ ചുണ്ടിന് ഒന്ന് ഈ ഭാഗത്തെ കപ്പ മൊത്തം കാര്യമാക്കി. ഇതാ ഒന്നുമില്ല, കപ്പ മൊത്തം ഇട്ടതാ. ഇത് കാട്ടുപ്രദേശത്തല്ല, നമുക്ക് നാട്ടിലും ജീവിക്കാൻ മേലെന്നേ. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണെങ്കിൽ പിന്നെ നമുക്ക് വനാതിർത്തിയാണെങ്കിലും പറയാം. ഇത് നാട്ടിലും ജീവിക്കാൻ പറ്റാത്ത, നാട്ടിലും ജീവിക്കാൻ. അതല്ലേ അതിന്റെ മാറ്റം. നമുക്കൊന്നും ഒരു ജോലിയും ചെയ്തിട്ട് ഇതെല്ലാം തിന്നുക. ഇതെല്ലാം കുത്തിയിട്ടേക്കുന്ന വേരടക്കം. ഇതതിന്റെ ചോട് കുണ്ടയടക്കം കുത്തിയെടുത്ത് ദൂരെ കളഞ്ഞതായി. സങ്കടം വരും. കാരണം വളം ഇട്ട് 2 പ്രാവശ്യത്തെ വളം കൊടുത്ത വാഴകളാണ് ഇത് മുഴുവനും. കപ്പയും കളഞ്ഞാട്ടോ, കുത്തി ഇട്ടേക്കുന്നേ കാണും. ഒന്നുമില്ല, കപ്പയും എല്ലാം പോയ. ഇത് ഇവിടുന്ന് ഇതെല്ലാം തിന്നു. വാഴ ഇല്ലാത്ത പ്രദേശം മൊത്തം വാഴ ഉണ്ടായിരുന്നു. അതെ, ഇത് കണ്ടോ. ഇങ്ങനെ ഞങ്ങൾ ഇതിപ്പോ 2ാമത് മുളയ്ക്കുമ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ. ഈ പ്രദേശത്ത് വാഴ ഇല്ലാത്ത ഏരിയ മാത്രം നോക്കിയാൽ കേട്ടോ. ഇതുപോലെ എല്ലായിടവും വാഴ ഉണ്ടായിരുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം. ഇവിടെ ഒന്നും ഇനി കാണാനില്ല. വാഴയും കപ്പയും എല്ലാം കളഞ്ഞേക്കാം. ഇവിടെയൊക്കെ ഒന്നുമില്ല, കപ്പ അടക്കം ഒന്നുമില്ലത്, കൂടെ മാത്രമായിട്ട് കിടക്കുന്നത്. ഇവിടെ ഒന്നും കാണാനില്ല കേട്ടോ. ഇതാ പറിച്ച് കളഞ്ഞ് പിന്നെയും മുളച്ച് വന്നേക്കുന്നേ കാണുന്നത്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഇതുണ്ടോ, ഇവിടെ ഇതിലേക്കൂടെ പന്നി കയറി വരുന്നതല്ലേ. ഇതുണ്ടോ അവിടെ കിടക്കുക, തണുപ്പത്ത് കുത്തിയിട്ട് അതിലേ ഇങ്ങനെ കയറി വരുന്നത്. അതിലേ വരുന്നത് സ്ഥിരം ഇവര് റോട്ടിൽ കൂടെ വരുള്ളൂ. അവിടെ എല്ലാം വലിയ പൂട്ടി വലിയ കുളം പോലെ ആക്കിയിട്ടേക്കുന്നു. ആ ഭാഗമെല്ലാം തരിശാക്കി, ഓരോരുത്തരുടെ ഭൂമിയാണ് തരിശാക്കി ഇട്ടേക്കുന്നത്. ഇങ്ങനെ കൃഷി നശിപ്പിക്കുന്നതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാതെ തരിശാക്കി ഇട്ടേക്കും ആൾക്കാർ. പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞ വർഷം മുഴുവനും. അവരുടെ പച്ചക്കറി കംപ്ലീറ്റ് കഴിഞ്ഞ വർഷം തന്നെ കുത്താൻ തുടങ്ങിയപ്പോഴത്തേനും അവർ വിട്ടേച്ചു പോയി. അവർ പിന്നെ കൃഷി വേണ്ടാന്ന് വെച്ചിട്ട് 2 ഏക്കർ സ്ഥലം അവർ വിട്ടേക്കും. അതെ, പന്നിക്ക് തിന്നാൻ വേണ്ടി ഈ അധ്വാനം ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാക്കി പൈസ കളയണ്ടെന്ന് ഓർത്ത് ഇട്ടേച്ചു പോയതാണ്, ഒഴിവാക്കിയതാണ്. അപ്പോൾ അവരുടെ പറമ്പിൽ നിന്നും ഇങ്ങോട്ടേക്ക് പന്നി കയറുന്നുണ്ട്. ഒരു തരത്തിലും നമുക്ക് കൃഷി ഒരു തരത്തിലും ചെയ്യാൻ മേലാത്ത ഒരു സാഹചര്യം ഇപ്പം നിലവിലുള്ളത്. ഇതിപ്പോൾ 3 നേരം കമ്പിയാണ്
മുള്ളുകമ്പി ഇതെല്ലാം ചുറ്റു കോൺക്രീറ്റിന്റെ കാല് കൊണ്ടുവന്നിട്ട് 100-300 കാല് കൊണ്ടുവന്നിട്ട് ഈ 1.5 ഏക്കർ കവർ ചെയ്ത് കെട്ടി ഇതിന്റെ ഫെൻസിങ് എല്ലാം നമ്മളാ ചെയ്തത്. നല്ല പൈസ ചെലവുണ്ട്. എന്നിട്ട് പോലും നമുക്ക് ഈ സ്ഥലത്ത് ഇപ്പൊ എത്രാമത്തെ വർഷം? ഇതിപ്പോ ഞാൻ 5 ഇതില് തന്നെ 2-3 5-ാമത്തെ വർഷം. ഇത് എല്ലാ വർഷവും ഇതുപോലെ കളയുന്നുണ്ടല്ലേ? കഴിഞ്ഞ വർഷം ഇത്രയും വ്യാപകമായിട്ട് കളഞ്ഞില്ല. ഒരു 10 രൂപ കുത്തിക്കളയുമ്പോൾ നമ്മളത് വലിയ കാര്യമായിട്ട് എടുക്കുകയില്ല. അപ്പൊ അത് മാറ്റിയിട്ടേക്കും, പിന്നെ അത് പോരുമായിരുന്നു. പക്ഷെ ഈ വർഷം ഇത് നിർത്തുന്നില്ല. ഓരോ ദിവസം വരിക 5-10-15 കളഞ്ഞു പോവുക. അപ്പൊ ഇവർക്കത് ഒരു അസസ്മെന്റ് ചെയ്യാനും പറ്റില്ല. കൃഷി ഉദ്യോഗസ്ഥർ വന്ന് നോക്കുമ്പോൾ ഓരോ ദിവസം കണക്ക് കൂടി വരിക. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് അതിന്റെ ഒരു നഷ്ടം വിലയിരുത്താൻ പറ്റുന്നില്ല. ഈ അടുത്ത പ്രദേശം എവിടെയാ ഏറ്റവും അടുത്ത് ഫോറസ്റ്റ് ഉള്ളത്? ഇതിന്റെ ഏറ്റവും അടുത്ത് ഫോറസ്റ്റ് ആറിലേ ഉള്ളൂ. 10-15 കിലോമീറ്റർ അപ്പുറം. തീർച്ചയായിട്ടും 15 പോരാ, 10-20 കിലോമീറ്റർ ദൂരമുണ്ട് ആറിലത്തേക്ക്. ഇവിടുന്ന് ഇരിട്ടി ടൗണിലേക്ക് 3 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പം അവിടെ നിന്ന് പിന്നെ അത്രയും ദൂരമില്ല. ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലത്താണ് ഈ സംഭവം. അതിന് ആരുടെയും പറമ്പത്ത് ഇത് മാത്രമല്ല, ഇപ്പൊ എന്റെ പറമ്പത്ത് ഈ സ്ഥലത്ത് മാത്രമല്ല, മറ്റുള്ളവരുടെ പറമ്പ് റബ്ബറും ഇതെല്ലാം പൊടിയാക്കിയിട്ടേക്കോ. ആ റബ്ബർ തോട്ടം എല്ലാം അടി കുത്തി അതിന്റെ തോല് കംപ്ലീറ്റ് കളഞ്ഞിരിക്കുക. പന്നി തേറ്റ വെച്ച് കുത്തിയിട്ട് പോകുന്ന ഇത് തൊട്ടപ്പുറേ ആ റബ്ബർ തോട്ടം എല്ലാം കിളച്ചിട്ടേക്കുക. മൊത്തം പന്നി കിളച്ച് റെഡിയാക്കിയിട്ടേക്കുക. അവര് പറയാത്തതെന്നു പറഞ്ഞാൽ ആരോട് പരാതിപ്പെടാനാ ചോദിക്കുന്നത്. അവര് സഹി കെട്ടു ആൾക്കാര് പരാതിപ്പെട്ടുമടുത്ത് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ആരുടെ ഭാഗത്തുനിന്നും ഒരു സപ്പോർട്ടും ഇല്ല, ഒരു സഹായവും അവർക്കൊന്നും കിട്ടുകയില്ല. പരാതിപ്പെട്ടാൽ ഇപ്പൊ അവര് വന്നേച്ച് പറയും നിങ്ങളുടെ കപ്പ കളഞ്ഞോ. കപ്പ ഞങ്ങൾ നഷ്ടപരിഹാരം തരുന്നത് ഹെക്ടർ കണക്കിനെ തരുള്ളൂ. ഇപ്പൊ 100-200-300 പോയിട്ട് കാര്യമില്ല. ഹെക്ടർ പോകണം, എന്നാൽ മാത്രമേ. അപ്പൊ അതിനെല്ലാം ഓരോ റൂൾസും ചട്ടങ്ങളും ഉണ്ട്. 85 രൂപ തരും ഒരു വാഴയ്ക്ക്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഈ വാഴ വെച്ച ചെലവ് 85 രൂപയാ. ആ പൈസ അവർ തിരിച്ചു തരുമെന്ന്. അത് കുറേ സമയങ്ങൾ എടുത്തിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് യാതൊരു തരത്തിലും കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതാണ് ഇതിന്റെ അവസ്ഥ. ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നിർത്തി നമ്മൾ ഈ കൃഷി ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ സമയമായി നമുക്ക് തോന്നുന്നത്. വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു കാലമാണ്. കാരണം കൃഷി കൊണ്ടും മുന്നോട്ട് നമുക്ക് പോകാൻ, ഇല്ലെങ്കിൽ അതിന് തക്ക സപ്പോർട്ട് തരണം. ഇപ്പോൾ സണ്ണി സാറൊക്കെ വന്നപ്പോൾ നമുക്ക് നല്ല സപ്പോർട്ടായിട്ടാണ്, നല്ല പോസിറ്റീവായിട്ടാണ് സണ്ണി സാർ പറഞ്ഞത്. കാരണം ഇദ്ദേഹത്തിന് തോക്ക് കൊടുക്കണം. 6-7 വാഴ അയാൾ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ തോക്ക് കൊടുക്കണം, കൃഷിക്കാരനെ സംരക്ഷിക്കണം. ആ ഒരു നിലപാടാണ് MLA എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഇവിടെ ഇത് പൊടിയാക്കിയിട്ടേക്കോ. പക്ഷെ ഇവിടെ അധികം പോയിട്ടില്ല കേട്ടോ. അവിടെ ആ ഭാഗത്തേക്ക് തന്നെയാണ് കൂടുതലും. ആ ഭാഗത്തേക്കാണ് കൂടുതലുകൾ ഉണ്ട്. ആ ആ ആ ഇന്നലെ നമ്മൾ കൃഷി ഭവനിൽ പോയിട്ട് ഇത് ഇത്രയും നഷ്ടപ്പെട്ടതിന്റെ ഒരു അസസ്മെന്റ് റിപ്പോർട്ട് ഒരു വെള്ള പേപ്പറിൽ എഴുതി ഇതിന്റെ നഷ്ടം ഇത്ര വാഴ ഇന്ന ഡേറ്റിന്, ഇത്ര കപ്പ ഇന്ന ഡേറ്റിന് നഷ്ടപ്പെടുത്തി എന്നൊരു അസസ്മെന്റ് റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ കൃഷി ഉദ്യോഗസ്ഥർ പറഞ്ഞത് അങ്ങനെ ഒരു റിപ്പോർട്ട് തരാൻ ഒരു പ്രൊവിഷൻ ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഇത് ഫയൽ ചെയ്യും, ഈ അപേക്ഷ ഇവിടെ ഫയൽ ചെയ്യും. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഫയൽ ചെയ്തു. പക്ഷെ ഞങ്ങൾ വിവരാവകാശ കമ്മീഷന് പരാതി കൊടുത്തിട്ട് ഇതിന്റെ ഫയലിന്റെ കോപ്പി ഞങ്ങൾക്ക് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്, ഞങ്ങൾ ആ വഴിക്ക് പോകുന്നു. ഒന്നും പറയാനില്ല. അത് പെണ്ണുങ്ങൾക്ക് ഒന്നും പറയാനില്ല. ഞാൻ അത്രയും പറഞ്ഞു ഞാനും പോകുന്നു. കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ്റെ അവസ്ഥ ഇതാണ്. അപ്പം നമ്മൾ അതിൻ്റെ പുറകെ പോകും എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ്, നമ്മൾ പോകാനുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയേണ്ടി വന്നത്. നമുക്ക് മിക്കവാറും ആൾക്കാർ പോവുകയില്ല, ആരും പോവുകയില്ല. പോകണം, ജനങ്ങൾ പോകണം, അതിൻ്റെ പുറകെ പോകണം. പോയിട്ട് അതിൻ്റെ ഏത് നിയമവശത്തിലൂടെ പോയിട്ട് അതിൻ്റെ നഷ്ടം മുഴുവനും മേടിക്കണം. നമ്മുടെ നഷ്ടം, നമുക്കുണ്ടായ നഷ്ടം അവർ കണക്ക് കൂട്ടി വെച്ചിരിക്കുക. നിങ്ങൾക്കൊരു വാഴയ്ക്ക് ഇത്ര പൈസ തരാമെന്ന്. നിങ്ങൾക്കൊരു വാഴയ്ക്ക് ഞങ്ങൾ 50 രൂപ വെച്ച് തരാം, നിങ്ങൾ ആ നഷ്ടം മേടിച്ചിട്ട് മിണ്ടാതിരുന്നുകൂടുക. ഇതാണ് അവരുടെ ആ ഒരു നമ്മുടെ വിവരാവകാശ കമ്മീഷന് പരാതി കൊടുത്തിട്ട് ഇന്ന ദിവസം ഞാൻ കൊടുത്ത അപേക്ഷയിന്മേൽ എനിക്ക് അതിൻ്റെ മറുപടി കോപ്പി തരണം. മറുപടി കോപ്പി ആവശ്യപ്പെട്ടാൽ അവരവിടെ നിന്ന് തരാതിരിക്കാൻ പറ്റില്ല. നമ്മൾ കൊടുത്ത അപേക്ഷ അവരെന്ത് റിപ്പോർട്ടാണ് എടുത്തതെന്ന് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത്ര ഡേറ്റിന് ഇന്ന നഷ്ടം ഉണ്ടായിട്ടുണ്ട്, ഇന്ന വാഴ കളഞ്ഞിട്ടുണ്ട്, ഇത്ര എണ്ണം കളഞ്ഞെന്ന് അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ കോപ്പി മേടിച്ചിട്ട് നമുക്ക് നിയമപരമായിട്ട് നേരിടാം. പേടിക്കാനൊന്നുമില്ല. ചേച്ചിമാരൊക്കെ ഇവിടെയുള്ള വീട് പുഴവക്കിനാണ്. ആണ് നമുക്കുള്ള വിഷമം തേച്ചു. ചേച്ചിയുടെ പേരെങ്ങനെയാ? പേര് പറഞ്ഞു. പേര് ലത. നമുക്ക് ദിവസേന പന്നി വന്ന ശല്യം.
വീട്ടിലെപ്പം വരുന്നുണ്ട്. രാത്രി സമയത്താണ് വരുന്നത്. പശു ആളിയുന്നു, പശു കരയുന്നു. അപ്പോൾ അർദ്ധരാത്രിക്ക് ഇറങ്ങി നമുക്ക് മുറ്റത്തൊന്നും നോക്കാനൊന്നും ആവില്ല, ഇറയത്തിറങ്ങാൻ പോലും കഴിയില്ല. അത്രയ്ക്ക് വിഷമായിട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത് ഈ പുഴവക്കിന്. എല്ലാ അനുഭവവും നശിപ്പിച്ചു. ഇനി ഒന്നുമില്ല, പറമ്പത്തൊന്നുമില്ല. ഡബ്ബർ, കഴുങ്ങ്, തെങ്ങ് എല്ലാം കുത്തിക്കളയലാണ് ഇപ്പോഴത്തെ പണി പന്നികൾക്ക്. കംപ്ലീറ്റ് സാധനം നശിപ്പിക്കുക. ആ, കംപ്ലീറ്റ് സാധനം നശിപ്പിക്കുക. നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്നതാണ്, വേറെ ഒന്നും നമുക്ക് വരുമാനമൊന്നുമില്ല. കഷ്ടപ്പെട്ടിട്ട് അധ്വാനിക്കുന്നു, ദിവസേന പണിയെടുക്കുന്നു, പശുവിനെ പോറ്റുന്നു. ഇങ്ങനെയെല്ലാമാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ആരുമില്ല, ഭർത്താവില്ല, മക്കളില്ല. വളരെ ബുദ്ധിമുട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്രയും വയസ്സിൽ ഇങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹം കൊണ്ട് നമ്മൾ ജീവിക്കുന്നതാണ്. ആരെയും ഒന്നും ഉപദ്രവിക്കാണ്ടാണ് നമ്മൾ വീട്ടിൽ കഴിയുന്നത്. ആരും ഒന്നും തരാനുമില്ല. ഇങ്ങനെയാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഇപ്പം എന്തെന്ന് ചെയ്യാനാ, ദിവസേന രാത്രിയാകുമ്പോഴാണ് നമുക്ക് വിഷമം കൂടുന്നത്. ഇന്നലെ ഒരു 10 കുതിര എടുത്ത് കപ്പ വെച്ചിട്ട് ആ കൊള്ളി തകച്ചും പൊരിച്ച് ചാടി. അത് തകച്ചും ചെള്ളി മാന്തി വെച്ചു. അത് കണ്ടു. നമ്മൾ തന്നെ പോയിട്ട് ഒരു 2-3 ആളെ പോയിട്ട് കണ്ടുവച്ചു. വാഴക്കൃഷിയെല്ലാം നടുന്നതാണ് വ്യക്തിയാണ്. പച്ചക്കറിയെല്ലാം നടലുണ്ട്. എല്ലാം ഇപ്പോൾ എല്ലാ പന്നിക്കൂട്ടമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമുക്കൊന്നും താല്പര്യമില്ല. ഇപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളിത് കൃഷിയെല്ലാക്കി കഴിഞ്ഞ് പകുതിയാക്കി കഴിയുമ്പോഴത്തേക്ക് എല്ലാം നശിച്ചാൽ പിന്നെ നമുക്ക് ആവില്ലല്ലോ. അങ്ങനെയുള്ളതുകൊണ്ട് നമ്മളെ വീട്ടിൽ എല്ലാവരും, ഈ പ്രദേശത്തെ എല്ലാവർക്കും, ഇതിൻ്റെ കുറച്ചപ്പുറത്തുണ്ട് റബ്ബർ. ആ റബ്ബറെല്ലാം മെരട് കുത്തിയിട്ടായില്ലേ, കുത്തിയിട്ട് ഒലിക്കുന്നത്. ഈ തൊട്ട് ഈ പറമ്പ് തൊലി കളയാ. ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ പറമ്പത്ത് കുറേ ഇത് ചേമ്പ്, ചേന എല്ലാം ഉണ്ട്. അത് നശിപ്പിച്ചു. ഇവരെ പറമ്പത്തതാ ഈ ചുറ്റുഭാഗത്ത് ഒരു പകപോക്കലുന്ന പോലെയാണ് പന്നീൻ്റെ വിളയാട്ടം ഉള്ളത്. അപ്പോൾ എന്നാണ് സർക്കാരിൻ്റെ വകയിൽ പന്നീനെ ഒരിക്കൽ പിടിച്ചു കളഞ്ഞാൽ ഒരു സമാധാനമാണ്. ഇത് 2-3 ദിവസം നേരിട്ട് കണ്ടിട്ടുണ്ടല്ലേ പന്നിന് ഒരു 2 വർഷം മുമ്പിൽ കുറേ പന്നി ഇവിടെ അടുത്തുണ്ടായിരുന്നു. നമ്മൾ കണ്ടത് തന്നെയാണേ. പക്ഷെ അന്ന് നമുക്ക് പേടിയാണ്. എന്താന്ന് വെച്ചാൽ പന്നി കുത്തിക്കളയൂലേ. ഇപ്പം വന്നത് ഒരു ഒറ്റയില്ല പന്നിയാണ്. അപ്പം അതിനെയൊന്നും വിശ്വസിക്കാൻ പറ്റൂല എന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് പിന്നെ സന്ധ്യാസമയത്തല്ലേ വരുന്നത്. ഇവർ ആൾക്കാർ ഇപ്പം 2 ദിവസമായി ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അവർ വന്നു പോയി കഴിഞ്ഞ പാടും പന്നി ഇറങ്ങി നിൽക്കുന്ന ഈ പ്രദേശത്ത് ഈ തൊട്ടില്ല റബ്ബർ അല്ല ഇവിടുത്തെ കപ്പ തികച്ചും നശിപ്പിച്ചു. ഇവിടുത്തെ കപ്പ ഞാൻ പറഞ്ഞു മിഞ്ഞാന്നാ കപ്പ പറിച്ചു. അതുകൊണ്ട് തികച്ചും ധൈര്യത്തിലായി കൃഷി വെക്കുക. കപ്പ പറിച്ചിട്ടു. ഇനിയൊരു ധൈര്യത്തിൽ വെറുതെ ഇട്ടിട്ട് റോഡ് സൈഡിൽ ഒരു രണ്ടാളെയാക്കിട്ട് കുറച്ച് കപ്പ വെച്ചിരുന്നു. അത് മൊത്തം തട്ടിയിട്ടിന്. പിന്നെ ഇത് രാത്രി ഒരു 10-12 മണിയാകുമ്പോ രാത്രി വരുന്നത്. ഇത് അപ്പത്തെ പട്ടി കുരക്കുന്ന ഞാൻ ഒറ്റക്കാ. അപ്പൊ ജനലിനുള്ളിൽ കൂടി നോക്കുമ്പോ ഇങ്ങനെ മുറ്റത്തെല്ലാം കുത്തി ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ സ്ഥിരമായിട്ട് എന്റെ വീടിന്റെ സൈഡായിട്ട് ഇത് വന്ന് ഡെയിലി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ചേച്ചിമാര് പറഞ്ഞ ആ പ്രദേശം ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ പോകട്ടോ. ഇതിൻ്റെ അടുത്ത പ്രദേശങ്ങളാണ്. റബ്ബറിൻ്റെ തോലൊക്കെ നല്ല രീതിയിൽ കളഞ്ഞിട്ടുണ്ടെന്നാണ്. റബ്ബറിൻ്റെ തോല് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, തോല് പോയി കഴിഞ്ഞാൽ പിന്നെ റബ്ബർ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. റബ്ബർ ഉണങ്ങി പോകത്തേ ഉള്ളൂ. റബ്ബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 10-40 വർഷമൊക്കെ നമുക്ക് ഫലം, അതിൻ്റെ ഗുണം കിട്ടേണ്ട ഒരു സാധനമാണ്. അതാണ് ഒറ്റ സെക്കൻഡ് കൊണ്ട് കാട്ടുകൊണ്ട് തീർക്കുന്നില്ല. ഇവിടെ തൊട്ടല്ലേ ഈ കപ്പയുടെ ഒന്നും ചോടില്ലല്ലേ? ഇല്ല, ഒന്നുമില്ല. അതാ പന്നിയാണ് ഇതെല്ലാം കളഞ്ഞത്. നമ്മളെ ഇവിടെ കപ്പ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും കാണാനില്ല, കംപ്ലീറ്റ് കാണുന്നുണ്ടോ? ഒന്നുമില്ലല്ലേ? ഉണ്ടോ? റബ്ബറിൻ്റെ ചോടാണ്. റബ്ബറിൻ്റെ ചോട് മൊത്തം ഇവിടെ മാന്തി ഇരിക്കുക കേട്ടോ. ഓക്കെ ഉണ്ടോ? അതൊക്കെ കുത്തിയിട്ടേക്കുന്ന കേട്ടോ, കംപ്ലീറ്റ് കുത്തിയിട്ടേക്കുന്നതല്ലോ. ഇവിടെയൊക്കെ കുത്തിയിട്ടേക്കുന്നതൊക്കെ റബ്ബറിൻ്റെ ചൂടുകളാണ്. ഉണ്ടോ? എല്ലാ റബ്ബറിന്റെയും ചോട് പോകുന്നല്ലേ? ഇങ്ങനെ ഈ റബ്ബറിന്റെ ചോട്ടി വന്ന് കുത്തുന്ന എന്തിനാ? നമ്മള് പിന്നെ ചാണകപ്പൊടി അതുകൊണ്ടായിരിക്കും. ചാണകപ്പൊടി ഇടുന്നുണ്ടല്ലേ? പിന്നെ ഈ പ്രദേശത്ത് പൊതുവേ എന്നാന്ന് വെച്ചാൽ എരയില്ലേ, മണ്ണിര ഇച്ചിരി കൂടുതലുണ്ട്. അവിടെ ഏറ്റവും അധികം നല്ല ഭൂമി ആയതാണ്, നല്ല ഇതാ പോലും അത്. എന്നിട്ട് അതുകൊണ്ടാണ് മണ്ണിര നല്ലതുകൊണ്ടാണ് പന്നി വരുന്നത്. നമ്മൾ കുറെ ആളിപ്പോ റബ്ബറിന്
പിന്നെ ഇത് ചാണപ്പൊടി ഇടുന്നില്ലല്ലേ? ഇങ്ങനെ അത് തേറ്റ വെച്ച് കുത്തുന്നല്ലേ? അതുകൊണ്ടാണ് പുറത്തിറങ്ങാത്തത് നമ്മള്. ആണല്ലേ? ഇങ്ങനെയെങ്കിലും ഇറങ്ങാൻ പറ്റുമോ? ഒരു പ്രാവശ്യം നമ്മൾ ഈ പ്രദേശത്തില്ലവരാക്കാന്ന് തേറ്റ കൊണ്ട് ഒരു കുത്തുകുഴി കിട്ടീന്. രണ്ടാക്ക്, ഒന്ന് നാരായണാട്ടനും രണ്ടാക്ക്. എല്ലാത്തിന്റെയും ചുവട് ഇതുണ്ടോ? വളവുത്തേന്റെ മൊത്തം കളഞ്ഞിട്ടോ. കണ്ടോ ഇവിടെ മൊത്തം കുത്തി വെച്ചേക്കോ. തേങ്ങ ഒരൊറ്റ തേങ്ങയില്ല കേട്ടോ. തേങ്ങ മൊത്തം കളയല്ലേ? തേങ്ങ ഒഴിച്ചു വെക്കും. ഓഹോ, ഇതാണ് സംഭവം. നമ്മളെ പ്രദേശത്ത് തേങ്ങയില്ല. ഒരു സാധനം ചുരുക്കം പറഞ്ഞാൽ ഇല്ല. ദൂരപ്രദേശങ്ങളിലെല്ലാം കുരങ്ങനാ പോലും. പക്ഷെ നമ്മളെടുക്ക് ഈ പന്നിയാണ്, മുള്ളം പന്നിയുണ്ട്. അതുകൊണ്ടല്ലേ? അതുണ്ട്. ഇതിപ്പോ ഒരു 2-3-4 വർഷമായിട്ടാണ് ഈ പന്നി ഇങ്ങനെ. മറ്റേ ഇതുവരെ ഇങ്ങനെയുള്ള ഒരു സംഭവം നമ്മളെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പണ്ടെല്ലാം നമ്മളെ അച്ഛനെല്ലാം പേടിക്കാരനായിരുന്നു. പണ്ടത്തെ വലിയ പേടിക്കാരനാ. എന്താന്ന് വെച്ചാല് എൻ്റെ അച്ഛൻ ആങ്ങളാറ് അച്ഛനെല്ലാം എത്ര വെടിവെച്ച് കൊണ്ടു. ഇപ്പാന്ന് ഒരു നിയമം പതിനും തോന്നുന്നു ഇങ്ങനെ ഈ മൃഗങ്ങളെ വെടിവെക്കാൻ പാടില്ല എന്നു. പക്ഷെ ഈ വെടിവെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും നമുക്ക് ജീവിക്കണ്ടേ? എന്താ ഇതിനൊരു പോംവഴിയില്ലത്? അതാ നമുക്കറിയേണ്ടത്. ഇത് മൊത്തം കുത്തിയല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ തോല് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് ഗുണമില്ലല്ലേ? ഉണങ്ങി പോവില്ല. അതല്ലേ അതാണ് ശരിക്കും നല്ലോണം. 2 ആഴ്ച മുമ്പില് എൻ്റെ കുറെ ചേമ്പ് കാച്ചില് അതെല്ലാം ഉണ്ടായിരുന്നു. അത് 2 ആഴ്ച മുമ്പിൽ അത് പന്നി വന്ന് പിന്നെ എല്ലാം നശിപ്പിച്ചു. ഇതാണ്ടോ അല്ലേ? ഇതാ കേട്ടോ, ഇതാണ് എൻ്റെ. അത് പിന്നെ ഞാൻ എടുത്തിട്ട് പ്രസിഡന്റിന് അയച്ചു കൊടുത്തതാ ഇത്. ഇതാ അതന്നെ. വീടിന്റെ ഇത്ര അടുത്ത് വരെ വന്നിട്ടുണ്ടല്ലോ. ഇത് മൊത്തം കുത്തി വെച്ചേക്കുന്നല്ലേ? ഇത് തേച്ച് കുത്തിയതാ. ഇത് കിളച്ചിട്ടതാ. പക്ഷെ അതല്ല, അവരാദ്യം കളിച്ചു. മൊത്തം കളഞ്ഞല്ലേ? മൊത്തം കുത്തിയിട്ടേക്കുന്ന കേട്ടോ. ഈ മറമ്പ് കണ്ട ഇത് കളച്ചിട്ട മാതിരിയാക്കിയില്ലേ? കളച്ചിട്ട മാതിരിയല്ലേ? തെങ്ങിൻ തൈ കണ്ടോ? തെങ്ങിൻ തൈ നമുക്ക് പഞ്ചായത്തിന്റെ വകയിലൊരു പിന്നെ തെങ്ങിൻ തൈ തന്നിന് 2 എണ്ണം. അതിലൊന്ന് പോയി. നല്ലോണം പൊടിച്ചു വന്നതേനു, അത് പോയി. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ കൃഷി ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ആ രീതിയിൽ പന്നി ഒന്നും തരുന്നില്ല എന്ന് മാത്രമല്ല എൻ്റെ ഒരു നഷ്ടപരിഹാരവും കിട്ടുന്നില്ലല്ലേ? അതാ പറഞ്ഞത്. ഇതൊക്കെ നടന്നു പോയ പാടുകളാണ്. കാൽപ്പാടുകളാണ് ഇഷ്ടം പോലെ കേട്ടോ. ഇത് പറമ്പ് മൊത്തം കുത്തിയിട്ടുണ്ടല്ലേ? പറമ്പ് മൊത്തം കുത്തിയിട്ടേക്കല്ലേ? എത്ര ഭീകരല്ലേ സംഭവം? അതാ പറഞ്ഞു ഭീകരത. നമ്മളൊന്നും രാത്രി അതായത് കംപ്ലീറ്റ് പറമ്പ് കിട്ടണം. ഇത് ഇങ്ങനെ കിടക്കുവാണ്. എത്ര ദൂരാന്നറിയാം കംപ്ലീറ്റ് അല്ലേ? ഇതാണ് വീട് കേട്ടോ. വീടിന്റെ മുറ്റത്താട്ടോ അത്. അതുണ്ടോ മൊത്തം ഇതൊക്കെ ചുമ്മാ കിളച്ചിട്ട മാതിരി മൊത്തം കുത്തി 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 ഇട്ടേക്കുവാ. അതെ അതെ കാൽപ്പാട്. അവര് വെടിവെക്കുന്നവര് വന്നു. നമ്മൾ ഇവിടെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇവിടെ നിന്നു. ഇവര് അവിടുന്ന് 2 പ്രാവശ്യം വെടിവെച്ചു. പക്ഷെ അവര് നോക്കിയിട്ടൊന്നും കിട്ടിയിട്ടില്ല. അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് അവര് പറഞ്ഞത്. നമ്മൾ കണ്ടില്ല. പിന്നെ രാത്രിപ്പെട്ട സമയത്ത് നമുക്ക് രണ്ടാക്കും പോകാൻ പറ്റൂല. അതുപോലെ ഇവിടെ ഈ ഉള്ള ഈ ചേമ്പല്ലേ? അതെ ചേമ്പ്. ചേമ്പ് സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഇവരെ പാട്ടയൊക്കെ വെച്ച് ഇത് ഇത്രയും ഈ ഒരു 4 ചേമ്പേ ബാക്കിയുള്ളൂ കേട്ടോ. ബാക്കി എല്ലാം ഈ പറമ്പിലുള്ളതാണ്. ബാക്കി ഇവരുടെ മൊബൈലിനകത്ത ഫോട്ടോ നമ്മളിപ്പോൾ കണ്ടു. ഇനി ഇതുമൂടെ ബാക്കിയുള്ളൂ. അത് പോകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തേക്കുന്ന പാട്ട വെച്ച് വലയിട്ട് എന്തൊരു കഷ്ടപ്പാടാണ് ആലോചിക്കുന്നത്. ഇത് ഇങ്ങനെങ്കിലും കിട്ടുമെന്നല്ലേ? 4 കിട്ടുമെന്നറിയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ബന്ദോബസ്ത് ആക്കിയിട്ടില്ലേ? ഒന്ന് വന്ന് ഇല്ലാതെ കൊണ്ട് നോക്കിയാ അത് പൊഴി. ഇല്ലാത്തത് ഇവിടെ കളഞ്ഞല്ലേ? അത് കളഞ്ഞു. ഇവിടെ ചെയ്യുമ്പോ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് ഈ കൈത ഇല്ലേ, കൈതച്ചക്കന്റെ അതിന്റെ മെരടും പോകുന്നുണ്ട് കേട്ടോ. അതും എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. ഇത് മഞ്ഞളാ? ഇത് മഞ്ഞള്. മഞ്ഞളും കളയുന്നുണ്ട്. സാധാരണ മഞ്ഞള് കളക്കൂല ഓരും കേട്ടാ. മഞ്ഞളും കളയാന്നല്ലേ? മഞ്ഞളും കളഞ്ഞില്ലേ? നിങ്ങൾ നേരിട്ട് കാണുന്നില്ലേ? മഞ്ഞളും കുത്തി കളയുന്നുണ്ട് കേട്ടോ. നമ്മളെ വീടിന്റെ മുറ്റത്ത് തന്നെ പന്നി ഇങ്ങനെ വന്നിട്ട് കുത്തി പിന്നെ കിടന്ന് തെരഞ്ഞ് ഇതായിട്ട് കളിക്കുന്നതാണ്. അത് ഡെയിലി വന്ന് അവിടെ നിൽക്കുന്നതായിട്ട് പിന്നെ ആ സ്ഥലം ഇങ്ങനെ കാണാം പന്നി ഇതായിട്ടുള്ള.
പിന്നെ മുറ്റം തേച്ച് പിന്നെ മനുഷ്യന്മാർ കളിച്ചിട്ട പോലെയാണ് മൊത്തം കളിച്ചിട്ടുള്ളത്. മൊത്തം കളിച്ചിട്ടുള്ളത്. ആ ഫോട്ടോയിൽ മനോളി ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആളതാണ് കേട്ടോ. ഇങ്ങനെ മൂടി ഇട്ടിട്ടും കാര്യമില്ലല്ലേ? ഇല്ല, ഇതിട്ടിട്ട് കാര്യം. ഈ പ്രദേശത്ത് കഴിഞ്ഞ വർഷം മുഴുവൻ കപ്പ നട്ടിരുന്ന പ്രദേശം കേട്ടോ. ഇപ്പൊ ഇവിടെ ഒന്നും കാണാനില്ല. കഴിഞ്ഞ വർഷം കപ്പയിട്ടതാ. മൊത്തം കപ്പ ഉണ്ടായിരുന്നല്ലേ? 1.5 ഏക്കർ പിന്നെ പറമ്പായത്. ഇത് മൊത്തം കപ്പയിടിച്ച് ഒരൊറ്റ നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പൊ കാലിയായിട്ട് ഇട്ടേക്കോ അല്ലേ? കാലിയാക്കിയിട്ട് കംപ്ലീറ്റ് കളയാട്ടോ. ഒന്നും നമ്മളിനിയിപ്പോ പ്രത്യേകിച്ച് എടുത്തെടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രദേശത്ത് എല്ലായിടത്തും തന്നെ ഒരേ സിറ്റുവേഷൻ തന്നെയാണ് ഉള്ളത്. ഇങ്ങോട്ട് എല്ലായിടത്തും ഇതുപോലെ സ്ഥിരം വീട് അല്ലേ? വീണത് മൊത്തം പന്നിയെടുക്കണം. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങോട്ട് നടന്നു വന്നപ്പോ ഈ പോകുന്ന വഴിയാട്ടെ കാണുന്നത്. മൊത്തം നടക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഇന്നലത്തെ ആണല്ലോ. കംപ്ലീറ്റ് കുത്തിയിട്ടേക്കോ കേട്ടോ. റോഡ് വഴി പോലെ അതെ 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 എല്ലായിടത്തും ഉണ്ടല്ലേ? ഇത് ആ കാണുന്ന ഇരട്ടിപ്പുഴ അല്ലേ? ഇരട്ടിപ്പുഴയുടെ തൊട്ട് ചേർന്ന് നടക്കുന്ന ഒരു പ്രദേശമല്ല. ഇതിന്റെ അടുത്ത് തന്നെ എക്കോ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലായിരിക്കില്ല വരുന്നേ? ഇതിലാ വരുന്നല്ലേ? അപ്പൊ നമ്മള് ആ ചേട്ടൻ സംസാരിച്ച കാര്യങ്ങളും കേട്ടു. അതേപോലെ തന്നെ ആ ചേച്ചിമാര് കൊണ്ടു കടന്ന് അവരുടെ പറമ്പൊക്കെ കാണിക്കുന്നത് നമ്മൾ കണ്ടു. ആ ചേട്ടന്റെ വാഴ, ഒത്തിരിയധികം വാഴയും അതുപോലെ തന്നെ കപ്പയൊക്കെ കളഞ്ഞിരിക്കുകയാണ്. വളരെ ഭീകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ആ ചേച്ചിമാരാണെങ്കിലും കൊണ്ടേ കാണിച്ചു. ഈ പറമ്പിൽ ഒരു സ്ഥലവും ഇല്ല കേട്ടോ. ഇത് പന്നി കുത്താത്തത് എല്ലാ സ്ഥലങ്ങളും കുത്തി മറിച്ചിട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടു. കിളച്ച് മറിച്ചിട്ടിരിക്കുന്ന പോലെയാണ് ഈ പ്രദേശമൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെ വളരെ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളുള്ളത്. ഒരു സാധനം നട്ടാൽ കിട്ടിയാലെന്ന് അവർ തന്നെ നമ്മളോട് ഇപ്പം നേരിട്ട് പറയുന്നത് നമ്മൾ കേട്ടു. ഏതായാലും എന്താ പറയുക, വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ്. കാരണം സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ പോലുമുള്ള സാഹചര്യം നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നത് അതുപോലെ ഒരു എന്താ പറയുക ലോക തോൽവിയായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താ പറയുക, അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അത് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് മനുഷ്യർക്ക് വേറെ ആരും നമ്മളൊന്നും കൊടുക്കണ്ട, ഒരു സഹായം വേണ്ട. അവർ പറയുന്നതാ, ഒരു സഹായവും തന്നില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ മതി. അതായത് ഉപദ്രവം ഉണ്ടാകാതിരുന്നാൽ മതി. പന്നിയെ ഈ കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവം ഒന്ന് നിർത്തി തരുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. അവർ ചോദിക്കുന്നത് 100% ന്യായമായിട്ടുള്ള കാര്യമാണ്. ഓരോ മനുഷ്യരും നെറ്റിയിലെ വേർപ്പുകൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന മുതലൊക്കെ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ ആർക്കാണെങ്കിലും വിഷമം ഉണ്ടാകും. നമുക്ക് കാണുമ്പോൾ ഇതൊരു ദൃശ്യങ്ങൾ മാത്രമായിരിക്കും, പക്ഷെ അവരുടെ ജീവിതമാണ് അവർ ആ തുറന്ന് കാണിക്കുന്നത്. ഏതായാലും എനിക്ക് ഇത്രയൊക്കെയാണ് എനിക്ക് വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.